നമ്മളൊക്കെ പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഗൂഗിളിലൂടെയാണ് നമുക്ക് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം പ്ലേ സ്റ്റോറിൽ. കാരണം പ്ലേ സ്റ്റോർ ഓരോ സമയവും നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും വൈറസ് ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ കാണിക്കുകയും നിങ്ങളോടത് റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്ലേ സ്റ്റോർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെറ്റിങ്സാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്യാം. താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ പർച്ചേസ് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്ന് കാണും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഫിംഗർ ലോക്ക് ചോദിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഫിംഗർ ലോക്കുള്ള ആളുകൾക്കാണ് ഈ സൗകര്യം ഉണ്ടാകുക. നമ്മളുടെ ഫിംഗർ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം എനേബിളായി. ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ പ്ലേ സ്റ്റോറൊക്കെ നമ്മുടെ കുട്ടികളെടുത്ത് ഏതെങ്കിലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യും. പ്രത്യേകിച്ച് ഈ പർച്ചേസ് ചെയ്യുന്ന പണം കൊടുത്ത് വാങ്ങുന്ന ചില ഗെയിം ആപ്പുകളൊക്കെ ഉണ്ടാകും. പല ആളുകളും പറയാറുണ്ട് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായി, ഗെയിം ആപ്പുകൾ കുട്ടികൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പണം നഷ്ടമായി എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ എനേബിൾ ചെയ്താൽ പേയ്മെൻറ്റ് വരുന്ന ഏത് ആപ്പ് വരികയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുട്ടികൾ അറിയാതെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരോട് ഫിംഗർ ലോക്ക് ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും. അത് കിട്ടിയാൽ മാത്രമേ പേയ്മെൻറ്റിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് പണം പോകുന്ന ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ആളുകൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കണം. ഇതാണോ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സെറ്റിങ്സ്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ്, പല ആളുകളും പറയാറുണ്ട് ചില ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും, പക്ഷേ ഇൻസ്റ്റാൾ ചെയ്താലും നമ്മൾ ആ ഒരു ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേയും ആ ഒരു ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുമോ എന്ന് നോക്കുക. അതിനുള്ള സൗകര്യം പ്ലേ സ്റ്റോറിലുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ അത് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുന്ന ആപ്പ് ആണോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത ആപ്പാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. ഞാനൊരു ആപ്പ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ആപ്പ് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുമോ എന്നറിയുന്നതിന് വേണ്ടി ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ താഴെ ഭാഗത്ത് കാണാം റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ മോസ്റ്റ് റിലവൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ 3 ലൈൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ കാണും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഏറ്റവും അവസാനം ദിസ് ഡിവൈസ് മോഡൽ എന്നുള്ള ഓപ്ഷൻ കാണും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഏത് മോഡലാണോ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഭാഗത്ത് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഏത് മൊബൈൽ ഫോണാണോ ആ മൊബൈൽ ഫോണിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ആളുകൾക്ക് വളരെ ഉഷാറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ചില ആളുകൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കിത് മുഴുവനായിട്ട് ഇതിൻ്റെ റിവ്യൂ ചെക്ക് ചെയ്ത് നോക്കുക, ഓരോ ആളുകൾ എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ അതേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇനി മുകളിലേക്ക് നോക്കിയാൽ പോസിറ്റീവായിട്ട് എന്താണ് പറഞ്ഞത്, ക്രിറ്റിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ 5 സ്റ്റാർ കൊടുത്ത ആരൊക്കെയാണ് അവരെന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ 1 സ്റ്റാർ കൊടുത്ത ആളുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മുകളിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്ത് ഓരോരുത്തരുടെയും റിവ്യൂ ചെക്ക് ചെയ്ത് ആ ഒരു ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്ലേ സ്റ്റോറിനകത്ത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.